അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ചമ്പത് റായ്ക്ക് കുരുക്ക് കൂടുതൽ മുറുക്കി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. 5 കോടി വിലമതിക്കുന്ന സ്വർണത്തിൽ തീർത്ത രാമചരിതമാനസം ചമ്പത് റായിയുടെ അറിവോടെ വഴിപാടായി നൽകിയെന്നും ഇപ്പോൾ ഒരു വിവരവുമില്ലെന്നും മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മിനാരായണൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതിനിടെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് തെളിവ് വാങ്ങണമെന്ന വിചിത്ര ആവശ്യം VHP നേതൃത്വം പോലീസിന് മുന്നിൽ വെച്ചു. ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയുരാൻ നോക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ചമ്പത് റായ്ക്ക് ഇരട്ടി പ്രഹരമായി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മിനാരായണന്റെ പരാതി. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള വാർത്തയാണ് ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. വലിയ ക്യൂരിയോസിറ്റിയോടെയൊന്നും ആൾക്കാർ ഇതിനെ എടുക്കണമെന്നില്ല. പക്ഷേ ഇത് അത്രയും ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ഒരു വാർത്തയാണ്. സത്യം പറയാലോ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അതായത് ഇത്രയധികം നമ്മൾ ഡെവലപ്ഡ് ആയിട്ടും നമ്മളുടെ മനസ്സിൽ മതം എന്ന് പറയുന്നത് എത്രത്തോളം തീവ്രമായിട്ട് കിടപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അയോധ്യ സംഭാവന തട്ടിപ്പ്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളും വലിയ വലിയ ബിസിനസ്സുകാരന്മാരും ഒക്കെ തന്നെ സംഭാവനയായി കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയും സ്വർണവും വെള്ളിയും അങ്ങനെ പല സാമഗ്രികൾ അടിച്ചു മാറ്റി. അതെവിടേക്ക് പോയി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കേരളത്തിലൊരു സ്വർണ്ണ തട്ടിപ്പ് നടന്നതാണ്. ഇത് അതിനേക്കാട്ടിലും ഒക്കെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി വലിപ്പമുള്ള തട്ടിപ്പാണ് നടന്നേക്കുന്നത്. ദൈവത്തിന് എന്തിനാണ് പൈസ? എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ദൈവത്തിന് പൈസ ആവശ്യമുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങൾ, അതിപ്പോൾ ഹിന്ദുയിസത്തിൽ മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളും എടുത്ത് വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ മതഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ദൈവം പരാമർശിച്ചതായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എനിക്ക് പൈസ വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് പണം വേണം എന്ന് ഏതെങ്കിലും ദൈവം പരാമർശിച്ചതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പരാമർശിച്ചതായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവമല്ല എന്ന് ഞാൻ പറയും. അതിപ്പോ ആരായാലും ഏത് ദൈവമാണെന്നുണ്ടെങ്കിലും എനിക്ക് പണം വേണം, എനിക്ക് സ്വർണം വേണം എന്ന് പരാമർശിച്ചിട്ടുള്ളത് ദൈവമല്ല. അതാണ് സത്യം. അപ്പൊ ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ തെരുവിലിരുന്ന് പിച്ച തെണ്ടുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പിച്ചക്കാരുണ്ടല്ലോ, ആ പിച്ചക്കാര് കൈ നീട്ടുമ്പോൾ പോക്കറ്റിലൊക്കെ തപ്പി 1 രൂപ ഇട്ട് കൊടുത്തെങ്കിലായി. എന്നാൽ നേരെ മറിച്ച് അതേ വ്യക്തികൾ തന്നെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ, അതിപ്പോൾ അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ, അവിടേക്ക് ചെന്ന് സംഭാവനയായിട്ട് കൊടുക്കുന്നത് ആയിരക്കണക്കിന് രൂപയാണ്. വലിയ വലിയ പണക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ബിസിനസ്സുകാരന്മാരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഓരോ അമ്പലങ്ങളിലേക്ക് സംഭാവനയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്വർണം വരും, പണം വരും, വെള്ളി വരും, അങ്ങനെ പല ദ്രവ്യങ്ങൾ വരും. അപ്പൊ ഈ ദൈവത്തിന് എന്തിനാണ് പൈസ? ഒരു രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുകയും ദുരിതം അനുഭവിക്കുകയും പുതിയ ഓരോരോ അസുഖങ്ങൾ വന്ന് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിന് എന്തിനാണ് പൈസ? ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിലെയും മതസ്ഥാപനങ്ങളിലെയും ഒക്കെ എല്ലാ മതസ്ഥാപനങ്ങളിലെയും പൈസ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും നെറുകയിലെത്താനുള്ള പൈസയുണ്ട്. ഈ രാജ്യത്തെ അത്രയധികം പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള പൈസ ഈ മതസ്ഥാപനങ്ങളിലെ നിന്നെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഇപ്പോഴും ഇങ്ങനെ സ്ലോ ഫേസിൽ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. അതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോഴും മതത്തിനോടുള്ള നമ്മളുടെ ഒരു തീവ്രമായിട്ടുള്ള അഫിനിറ്റി. ഞാൻ ആലോചിക്കുന്നതേ, ജയ് ശ്രീറാം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ശ്രീരാമ ഭക്തിയാൽ കണ്ണീരൊഴുക്കി നടക്കുകയും ചെയ്തിട്ടുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾ, അവരെന്തുകൊണ്ട് ശ്രീരാമന്റെ മുതല് സംരക്ഷിക്കാൻ മറന്നുപോയി? ആരെങ്കിലും ജയ് ശ്രീരാമെന്ന് വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ട് തല്ലുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഈ ശ്രീരാമന്റെ മുതല് തട്ടിയെടുത്തവർക്കെതിരെ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. സോ പുച്ഛം മാത്രമാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ ബിസിനസ്സുകാരന്മാരായിട്ടുള്ള ആൾക്കാർ ഈ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ സംഭാവന ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 10 കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 കുടുംബത്തെ എടുത്ത് സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പുണ്യം കിട്ടും. ഈ പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ അമ്പലങ്ങളിലേക്കോ പള്ളിയിലേക്കോ കൊണ്ട് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നതിലൂടെ കിട്ടുന്നതല്ല പുണ്യം. ഒന്നാമതേ, അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഒത്തിരി പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം പണിഞ്ഞു വെച്ചത് തന്നെ കോടിക്കണക്കിന് രൂപ ട്രസ്റ്റുകളിലേക്ക് വന്ന് ആ രൂപ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടിയിട്ടാണോ?
ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണിത്. സത്യമല്ലേ? ഇന്ത്യയിലെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം. ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമാണല്ലോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുന്നത്, ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിരിക്കുന്ന ശ്രീപത്മനാഭൻ, അദ്ദേഹം സുരക്ഷിതനാണോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത കൺസേൺ. അതായത് സത്യത്തില് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവങ്ങളെ വിളിക്കുന്നത് അല്ലേ? ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തിനും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം ഏൽക്കാനും നമ്മളെ സംരക്ഷിച്ചു പോകുന്ന വ്യക്തികളാണ് ദൈവങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ഈ ദൈവങ്ങളുടെ മുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ആര് വരും? ദൈവങ്ങൾക്ക് ശരിക്കും മുതലിന്റെ ആവശ്യമില്ല. അപ്പോ സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുതലുകൾ വാങ്ങിച്ചു വെക്കുന്നത്. ഇത് ഏതെങ്കിലുമൊക്കെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ വരെ കൊണ്ടിടുന്ന പൈസ ഇതിനകത്തുണ്ട്. അവരുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും ഒക്കെ നുള്ളിപ്പറക്കി കൊണ്ടുവന്ന് ദൈവങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു. വലിയ വലിയ കോടീശ്വരന്മാർ, എല്ലാവരെയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കോടീശ്വരന്മാരെ ഈ തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവങ്ങൾക്ക് ഒരു പങ്ക് കൊണ്ടു കൊടുക്കുന്നു. ഈ പങ്കെല്ലാം കൂടി വേറെ കുറെ കള്ളന്മാര് അടിച്ചു മാറ്റുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോഴും ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ ഡെവലപ്മെന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ സ്ഥാനമായി 5-ാമത്തെ സ്ഥാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിലില്ല. ഇത്രയും നമ്മള് പോപ്പുലേഷനിൽ ഫസ്റ്റ്. പക്ഷേ പോപ്പുലേഷനിൽ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിലില്ല, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവത്തിന് നല്ലതുപോലെ പൈസയുണ്ട്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ദൈവത്തിന് നല്ലതുപോലെ പൈസയുണ്ട്. ഈ പൈസ, ഈ ഒരു മുതൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എപ്പോഴേ ഏറ്റവും ടോപ്പിലെത്തിയേനെ. അത്രയ്ക്ക് പണമുണ്ട്, അത്രയ്ക്ക് മുതലാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പള്ളികളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുത്തു വെച്ചേക്കുന്നത്. അപ്പം ഇനിയെങ്കിലും നമ്മൾ ആലോചിക്കുക, ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല, മനുഷ്യന്മാർക്കാണ് പണത്തിന്റെ ആവശ്യം. സത്യമല്ലേ? ഈ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ട് നിക്ഷേപിക്കുന്നവർ, പാവങ്ങളായിട്ടുള്ള ആൾക്കാർ നിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കാണുന്നു, തിരിച്ചു വരുന്നു. അതാണ് ഉത്തമം.